ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു സൺഡേ മിനി വ്ളോഗാണ് കേട്ടോ. രാവിലെയാണ് എണീറ്റ് ഞാൻ കുളിച്ച് മിടുക്കിയായിട്ട് എൻ്റെ തന്നെ വീഡിയോ ടി വിയിലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണ്ടേ. ആഷി അനിയും കൂടെ കുക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. ഈ വീക്ക് ഫുള്ള് ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് സൺഡേ അവരുടെ കുക്കിംഗ് ആണ്. എന്തായാലും നോക്കാൻ പോകുന്നത് ആഷി വെട്ടിയപ്പോൾ ഇങ്ങനെ പോയ മീനാത്. അപ്പം നമ്മുടെ ഡീപ്പ് ഫ്രീസറിൽ 2 ഫിഷ് ബാക്കിയുണ്ടായിരുന്നു. അതങ്ങെടുത്ത് തീർക്കാമെന്ന് ഓർത്തു. അനുവാണ് കറിയും ഫ്രൈ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ആഷി എല്ലാം കട്ട് ചെയ്തും ഒക്കെ കൊടുക്കുകയാണ്. ഒപ്പം അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഈ മീൻ മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പോയതാണ്. എൻ്റെ അടുത്ത് എന്നെ ഉണ്ണി വിളിച്ചു. ഉണ്ണിനെ കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നിട്ട് ഞാൻ ബാക്ക് ടു എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലേക്ക് പോയി വീണ്ടും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്ന് ചില്ല് ചെയ്യുമായിരുന്നു. ഇടയ്ക്കൊരു കിച്ചൺ വിസിറ്റും ഉണ്ട്. അപ്പോൾ അതേ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു സംഭവം കഴിച്ചിട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് യോഗേർട്ട് ബേസ്ഡ് ഒരു ഡെസേർട്ട് പോലെയാണ്. കുറച്ച് ചോക്ലേറ്റ് ഫ്ലേക്സ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ. അത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു യോഗേർട്ടിൻ്റെ ഒരു മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇടയ്ക്ക് മേടിച്ച് വെച്ച് കഴിക്കാറുണ്ട്. ഈ ഒരു സൺഡേ എനിക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. എന്നാലും ഇനി ബാക്ക് ടു ബാക്ക് വരുന്ന 5 ഷിഫ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോൾ ആഷിയനും കട്ടക്ക് കൂടുമെന്ന് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിൻ്റെ വെയിറ്റിങ്ങിലൊടുവിൽ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറിയും ആഷി ഉണ്ടാക്കിയ അച്ചിങ്ങോലത്തിയതും പിന്നെ നല്ല അടിപൊളി ഫിഷ് ഫ്രൈയും ആയിരുന്നു കേട്ടോ. അനുവിന് നമ്മൾ യൂട്യൂബ് റെസിപ്പിയൊക്കെ അയച്ചു കൊടുത്താൽ അവൾ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ആൾ തമിഴാണെങ്കിൽ പോലും. അപ്പോൾ അവൾ യൂട്യൂബ് തന്നെത്താനെ നോക്കി ഉണ്ടാക്കിയതാണ് ഈ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്ര നന്നായിട്ട് വരുന്നുള്ളത്. കാരണം അനു എന്ത് വെച്ചാൽ ഒരു തമിഴ് ടച്ച് ഉണ്ടാവും. ബട്ട് ഇത് സൂപ്പറായിരുന്നു. നല്ല അടിപൊളി മീൻ കറിയും നല്ല ഫിഷ് ഫ്രൈയും നല്ല അച്ചിങ്ങയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഒരു ടിപ്പിക്കൽ ഒരു കൊച്ചിക്കാരുടെ ലഞ്ചാണെന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നേ. ടിപ്പിക്കൽ കൊച്ചിക്കാരുടെ ഒരു ലഞ്ച്. കൊച്ചിക്കാരുടെ കറി എന്നല്ലേ പറഞ്ഞത്? അതെ, കൊച്ചിക്കാരുടെ എല്ലാ കാരണം ഇത് കോട്ടയം സ്റ്റൈലിൽ മീൻ കറിയാണല്ലോ. അങ്ങനെ നല്ല കുശാലായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഒരു സ്വീറ്റ് കഴിക്കാമെന്ന് ഓർത്ത് ഒരു പോപ്സിക്കൾ എടുത്ത് കഴിച്ചു. അങ്ങനെ ഈ സൺഡേ നല്ല ഗ്രാൻഡായിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു. നല്ലപോലെ റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള 5 ദിവസം ബാക്ക് ടു ബാക്ക് ഷിഫ്റ്റാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.